ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജസ്ന. ഞാൻ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ അജ്മാനിൽ സോഷ്യൽ സയൻസ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് നമുക്കൊരു ചെറിയ ചിന്തയിലേക്ക് യാത്ര ചെയ്യാം. എങ്ങനെയാണ് ഒരു അധ്യാപകന് തൻ്റെ കുട്ടികളെ ഹാപ്പി ആൻഡ് ഹെൽത്തി ആക്കാൻ കഴിയുക? പാഠപുസ്തകങ്ങൾക്കും പരീക്ഷകൾക്കും അപ്പുറത്താണ് കുട്ടികളുടെ മനസ്സും സ്വപ്നങ്ങളും. പാഠപുസ്തകത്തിലെ കണ്ടന്റുകൾ ഒന്നും അവർ ഓർമ്മിച്ചു കൊള്ളണമെന്നില്ല. എന്നാൽ നമ്മൾ കാണിച്ച സ്നേഹം, നമ്മൾ കൊടുത്ത പ്രോത്സാഹനം, നമ്മൾ നൽകിയ കരുതൽ, നമ്മൾ നൽകാതെ പോയ ചിരി, ഇവയൊന്നും അവർ വേഗത്തിൽ മറക്കില്ല. കുട്ടികളിൽ ഒരു ഹാപ്പി ആൻഡ് ഹെൽത്തി പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ ഓരോ അധ്യാപകർക്കും കഴിയണം. നമ്മൾ അധ്യാപകർ ഒരേ സമയം ഒന്നിലേറെ ഹൃദയങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. ആ ഹൃദയങ്ങളിൽ സന്തോഷവും ആരോഗ്യവും ഉണ്ടാക്കാൻ ഒരു അധ്യാപകന് കഴിയണം. അതിനായി ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ സ്വന്തം ക്ലാസ് റൂമിൽ നോക്കിക്കണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ഇവയൊക്കെ ചെറിയ കാര്യങ്ങളായി നമുക്ക് തോന്നിയേക്കാം, പക്ഷെ ഇവ ഓരോന്നും ഓരോ കുട്ടിയുടെ ഹൃദയത്തിലേക്കും ആരോഗ്യമാർന്ന വളർച്ചയിലേക്കുമുള്ള വഴികളാണ്. ടിപ്പ് നമ്പർ 1: ചിരിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് ചെല്ലുക. പേര് വിളിച്ച് സംസാരിക്കുക. അവരോട് ഗുഡ് മോർണിംഗ് പറയുക. രണ്ടാമതായിട്ട്, ക്ലാസ്സിനിടയിൽ ചെറിയ ചെറിയ ബ്രെയിൻ ബ്രേക്കുകളോ ബ്രീത്തിങ് എക്സസൈസുകളോ ചെയ്യുക. ബ്രീത്തിങ് എക്സസൈസ് കുട്ടികളിൽ കാം ആകാനും അവരൊന്ന് അറ്റൻറ്റീവ് ആയിട്ട് ക്ലാസ്സിൽ ഇരിക്കാനും സഹായിക്കുന്നുണ്ട്. അടുത്ത, കഥകളിലൂടെയും ഗെയിമുകളിലൂടെയും കുട്ടികളെ പങ്കെടുപ്പിച്ച് അവർ ആസ്വദിക്കുന്ന രീതിയിലുള്ള പഠന രീതികളായി ഉൾപ്പെടുത്താം. ഇടയ്ക്കൊക്കെ അവരോട് ചോദിക്കാം, നിങ്ങൾക്ക് തന്നെ ഗ്രൂപ്പ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ആർക്കാണ് ആ ഉത്തരം അറിയുക എന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി അവരെ കൂടെ പങ്കെടുപ്പിച്ച് പഠിപ്പിക്കുക. അടുത്തതായി, കുട്ടികൾ വിജയിക്കുമ്പോൾ മാത്രമല്ല അവർ പരിശ്രമിക്കുമ്പോഴും അവരെ അഭിനന്ദിക്കുക. നിങ്ങൾ നേടിയ മാർക്കിനേക്കാൾ നിങ്ങൾ എത്ര സമയം പഠിച്ചു, അല്ലെങ്കിൽ നീ എടുത്ത എഫേർട്ട് ഞാൻ കണ്ടിരുന്നു, അതാണ് ഏറ്റവും വലുത് എന്ന് അവർക്ക് ബോധ്യമാക്കി കൊടുക്കുക. അടുത്തത്, കുട്ടികൾക്കായി ഒരു ഇമോഷൻ കോർണർ, അല്ലെങ്കിൽ ഒരു കാം കോർണർ, അല്ലെങ്കിൽ ഒരു ഫീലിംഗ്സ് കോർണർ ക്ലാസ് റൂമുകളിൽ സെറ്റ് ചെയ്യാം. എനിക്ക് ഇന്നലെ സങ്കടമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇന്ന് വളരെ സന്തോഷവാനാണ് എന്ന് പറയാൻ ക്ലാസ്സിൽ ഒരിടം കുട്ടികൾക്കായി കരുതി വെക്കുക. വിജയങ്ങളെ ആഘോഷമാക്കുക. അവരുടെ കൈയക്ഷരം, ചിലപ്പോൾ അവർ വരച്ച ചിത്രങ്ങൾ, അല്ലെങ്കിൽ അവർ ചെയ്ത വർക്കുകൾ, ഇവയൊക്കെ ക്ലാസ് റൂമിൽ പ്രദർശിപ്പിക്കുകയും അവർക്ക് അഭിനന്ദനങ്ങൾ നൽകുകയും ചെയ്യുക. ഇതൊക്കെ അവരിൽ നല്ലൊരു പോസിറ്റിവിറ്റി ഉണ്ടാക്കുന്നതിനായി സഹായിക്കും. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വിജയങ്ങളെ പരസ്യമായും തെറ്റുകളെ രഹസ്യമായും കൈകാര്യം ചെയ്യുക. അധ്യാപകർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ പറയും. അടുത്തത്, കേൾക്കുന്ന വലിയവനാകുക. ചിലപ്പോൾ കുട്ടികൾക്ക് വേണ്ടത് കേൾക്കപ്പെടുന്നവനെയാണ്. നമ്മളൊരു കാര്യം കേൾക്കുമ്പോൾ അവരിലൊരു ഫീൽ ഫ്രീ എൻവയോൺമെന്റ് ഉണ്ടാവും. ഇടയ്ക്കൊക്കെ അവർക്കൊപ്പം ഇരിക്കുക, അവരിൽ ഒരാളാവുക. അവസാനമായി, കുട്ടികൾക്ക് തെറ്റ് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് അവർ ചെയ്ത ശരികളെ കൂടി പറഞ്ഞു കൊടുക്കലാണ്. അതിലൂടെ 2 കാര്യങ്ങൾ അവരിനുണ്ടാവും. അവന്റെ ശ്രമത്തെ വിലമതിക്കപ്പെടുന്നു എന്നുള്ളൊരു ബോധ്യവും കൂടുതൽ നല്ലതായി തീരാനുള്ള ഒരു പ്രചോദനവും കുട്ടികളിൽ ഉണ്ടാവാൻ ഇത് സഹായിക്കും. അവസാനമായി, ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ വരികൾ ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ. നിന്റെ മുന്നിലിരിക്കുന്ന കുട്ടി നിനക്ക് സ്വന്തമല്ല എന്ന് തോന്നുന്ന സമയത്ത് അധ്യാപക ജീവിതം അവസാനിപ്പിക്കണം. ഇത് ഓരോ അധ്യാപക ഹൃദയത്തിലും നിറഞ്ഞു നിൽക്കേണ്ട വരികളാണ്. നമ്മുടെ മുന്നിലിരിക്കുന്ന ആ ചെറു കണ്ണുകളുടെ പുറകിൽ പ്രതീക്ഷകളുണ്ട്, ഭയമുണ്ട്, സ്വപ്നങ്ങളുണ്ട്. അവർ ഒന്നും വേഗത്തിൽ മറക്കാറില്ല. നിനക്ക് കഴിയും എന്ന നിന്റെ ഒരൊറ്റ വാക്ക് അവന്റെ ജീവിതത്തെ തന്നെയാവും മാറ്റുന്നത്. ശ്രമിക്കുന്ന കുട്ടികൾക്ക് മാത്രം കൈത്താകാകുന്നതല്ല അധ്യാപനം. ശ്രമിക്കാൻ പേടിക്കുന്ന കുട്ടികളെയും നമുക്ക് കൈപിടിച്ചുയർത്താം.